Good morning, all. Good morning, ma'am. Good morning, ma'am. Good morning. Prayer പറഞ്ഞു കേട്ടോ. എങ്ങുമെങ്ങും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. പൂവിലൂറുന്ന പുഞ്ചിരി നീയല്ലോ, പുസ്തകപ്പരിജ്ഞാനവും നീയല്ലോ, പുല്ലുമാടവും പൂമണി മേടയും തുല്യമായി തൊഴും ശക്തിയും നീയല്ലോ. നല്ല ബുദ്ധിയായ എൻ്റെ മനസ്സിലും നല്ല ഭാഷയായി നാവിൻ്റെ തുമ്പിലും നല്ല ചെയ്തിയായ എൻ പിഞ്ചു കൈയിലും നന്മയായി നീ കുടിയിരിക്കണമേ. എങ്ങുമെങ്ങും നിറയും വെളിച്ചമേ എൻ കരളിൽ കുടിയിരിക്കണമേ, എൻ്റെ പാദമിടറാതിരിക്കുവാൻ എന്നും എന്നിൽ കൃപ ചൊരിയണമേ. താങ്ക് യു. താങ്ക് യു ബിസ്മയ. സൈനിങ് പറയാനായി അഞ്ജനയെ ക്ഷണിക്കുന്നു. Respected teacher and all my dear friends are warmly welcomed to today's class. Thank you. താങ്ക് യു അഞ്ജന. പ്രതീക്ഷകളുടെ ഒരു ദിവസം കൂടെ നമ്മുടെ മുൻപിൽ എത്തിയിരിക്കുന്നു. നല്ല ചിന്തകളിലൂടെ നമുക്ക് ആരംഭിക്കാം. തോട്ട് ഓഫ് പറയാൻ രേഷ്മയെ ക്ഷണിക്കുന്നു. Good morning, Miss. Good morning, all teachers. Today's thought. Your limitations. It's only your imaginations. Push yourself and you will be amazed by what you can achieve. Repeat my thought. Your limitations. It's only your imaginations. Push yourself and you will be amazed by what you can achieve. Thank you. താങ്ക് യു രേഷ്മ. ഓക്കെ മിസ്, ക്ലാസ് എടുക്കാം നമുക്ക്. ഓക്കെ, ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ സെമിനാർ ആയിരുന്നു കണ്ടക്ട് ചെയ്തത് അല്ലേ? അല്ലേ, കംപ്ലീറ്റ് ആയിരുന്നു അത്? കംപ്ലീറ്റ് ആയി മാം. പിന്നെ നമ്മൾ മെന്റലി റിട്ടാർഡ് അതിനെ കുറിച്ച് പറഞ്ഞായിരുന്നു. അതെ പറഞ്ഞു. 1 മിനിറ്റ് കേട്ടോ, പിൻ ചെയ്യാവേ. പേജ് നമ്പർ 33 കേട്ടോ. ചൈൽഡ് വെൽഫെയറിൽ നമ്മളിനി മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചിട്ടാണ് സംസാരിക്കാനായിട്ട് പോകുന്നത്. ഞാൻ പറഞ്ഞു പിൻ ഷെയർ ചെയ്യട്ടെ കേട്ടോ. ഓക്കെ, അപ്പൊ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ് എന്ന് ഞാൻ പറഞ്ഞു ഇല്ലേ ലാസ്റ്റ് ക്ലാസ്സിൽ? ഓക്കെ, അപ്പോ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ, മെന്റലി റിട്ടേൺ ചിൽഡ്രൻസിനും എന്താണ് പ്രശ്നം അവർ ഫേസ് ചെയ്യുന്നത്? അവർക്ക് ആ ഒരു സെർട്ടൻ എമൗണ്ട് ഓഫ് നോളജ് വളരെ പൂറായിരിക്കും. അതുപോലെ പൂർ ഓഫ് സെൻസ്, എന്താണ് അവർക്ക് ഒരു കാര്യം സെൻസ് ചെയ്യാനൊക്കെ വളരെ പൂറാണ്. സോ നമ്മൾ അവരെ എന്താണ് സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തല്ല വേണ്ടത്, അവർ നമ്മൾ ഒപ്പം നിർത്തി എന്ത് ചെയ്യണം, അവർക്ക് വേണ്ട നീഡ്സ് അനുസരിച്ച് നമ്മൾ അവർക്ക് വേണ്ട ട്രീറ്റ്മെന്റ് പ്ലസ് നമ്മൾ എന്ത് വേണം, എഡ്യൂക്കേഷനും കൂടി പ്രൊവൈഡ് ചെയ്യേണ്ട കുട്ടികളാണ്. ഞാൻ എനിക്ക് പരിചയമുള്ള ഒരു കുട്ടിയുടെ ലൈഫ് ഞാൻ പറയാം നിങ്ങളോട്. ആ കുട്ടിക്ക് എന്റെ ഏജ് ആണ്. അപ്പൊ ഞങ്ങളുടെയൊക്കെ ചെറുപ്പത്തിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവന്
ചെറുപ്പത്തിലെ എന്തോ ബ്രെയിൻ റിലേറ്റഡ് ആയിട്ട് എന്തോ ഒരു അസുഖം വന്നതാണ് പറയുന്നത്, തീരെ ചെറുതായിരുന്ന സമയത്ത്. അപ്പോ ഇവന് എന്താണ് വീട്ടില് എന്താ പറയാ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടിയാണ്. അപ്പോ അവര് വീട്ടിലെല്ലാവരും അത്യാവശ്യം നല്ല എന്താ പറയാ നല്ല അത്യാവശ്യം ഹൈ ക്ലാസ് ഫാമിലീസ് ആണ്, ഹൈ ക്ലാസ് ഫാമിലിയാണ്. ഇളയത് അനിയനുണ്ട്. ഈ അനിയൻ ഞങ്ങളുടെയൊക്കെ ഒപ്പം കളിക്കാനൊക്കെ വിടും. പക്ഷെ മൂത്ത ആളെ വീട്ടിൽ തന്നെ അവരെന്ത് ചെയ്യും, അടച്ചിടുമായിരുന്നു. കാരണം അവർക്ക് അങ്ങനെ ഒരു കുട്ടി വീട്ടിലുണ്ട് എന്ന് മറ്റുള്ളവർ അറിയുന്നത്, അല്ലെങ്കിൽ മറ്റു കുട്ടികളെ പോയി ഉപദ്രവിക്കുക എന്നുള്ള പേടി കാരണം ആ കുട്ടീനെ വീട്ടിൽ തന്നെയായിരുന്നു ആരെയും പാരന്റ്സ് നിർത്തിയിരുന്നത്. അമ്മ ടീച്ചറൊക്കെ ആയിരുന്നു. മോന് ഇങ്ങനെ ഒരു അസുഖമായതിനു ശേഷം അമ്മ എന്ത് ചെയ്തു, റിസൈൻ ചെയ്തു. പിന്നെ അച്ഛനും നല്ല ജോലിയൊക്കെ ഉണ്ട്. പക്ഷെ എന്താ പറയാ, അവരാദ്യം കുട്ടീനോട് അപ്രോച്ച് ചെയ്ത രീതി എന്ന് പറയുന്നത് എന്താ പറയാ, വീട്ടിലടച്ചിട്ട് മറ്റു ആരോട് കോണ്ടാക്ട് ഇല്ലാത്ത രീതിയിലായിരുന്നു അവരെ വളർത്തിക്കൊണ്ടിരുന്നത്. പിന്നെ അവരെ സംബന്ധിച്ചും അതൊരു ഭയങ്കര വിഷമമുള്ള ഒരു കാര്യമാണ്. മൂത്ത മോനാണ്. അപ്പോ അവർക്ക് എന്തെങ്കിലും പ്രശ്നമാവോ, അല്ലെങ്കിൽ പുറത്ത് വിട്ട് കഴിഞ്ഞാൽ മറ്റു കുട്ടികളെ ഉപദ്രവിക്കോ എന്നുള്ള പേടി കൊണ്ടായിരുന്നു കൂടുതലും അവര് അങ്ങനെ മോനെ എന്ത് ചെയ്തത്, വീട്ടിൽ തന്നെ ലോക്ക് ചെയ്ത് നോക്കിയിരുന്നത്. അതേപോലെ തന്നെ എന്താ പറയാ, അവൻ പുറത്തേക്കൊന്നും വിടൊന്നുമില്ല, കളിക്കാനൊന്നും വിടൂല. പിന്നെന്താണ്, പുറത്തേക്ക് ഞാൻ കണ്ടിട്ടേ ഇല്ല. അനിയൻ കൊച്ചിനെ കണ്ടിട്ടുണ്ട്. അനിയൻ കൊച്ചിനെ കൊണ്ടൊക്കെ പോകുമ്പോൾ കളിക്കുമെന്ന് ഞാൻ പറഞ്ഞില്ലേ. പക്ഷെ മൂത്ത ആളെ പുറത്തേക്കൊന്നും വിടൂല. പക്ഷെ അവൻ നമ്മളിപ്പോ ഉച്ചയൊക്കെ ആവുന്ന സമയത്ത് ഞാൻ വീട്ടിലിരിക്കുമ്പോ അവന്റെ അലർച്ചകളുണ്ടല്ലോ, വെറുതെ കരയില്ല നമുക്ക് കേൾക്കാൻ പറ്റും. ഭയങ്കര അലർച്ച, ഭയങ്കരമായിട്ട് അലർജി ഇങ്ങനെ കരയുന്നത് കേൾക്കാൻ പറ്റും. അപ്പൊ അത് ഒരു എല്ലാ ദിവസവും ഇങ്ങനെ ആവർത്തിക്കും. എല്ലാ ദിവസവും അവന് എന്താ പറയാ, ദേഷ്യമൊക്കെ വരുമ്പോ ഭയങ്കരമായിട്ട് വയലന്റ് ആയിട്ടായിരുന്നു പെരുമാറിയത്. സോ പിന്നെ ഞാൻ മാരേജ് ഒക്കെ കഴിഞ്ഞു. ഞാൻ അത്രയും നാൾ കേട്ടോ, ഒരു 21 വയസ്സ് വരെയൊക്കെ അവരെ ഇങ്ങനെ തന്നെയായിരുന്നു അവരെന്ത് ചെയ്തിരുന്നത്, വീട്ടിൽ തന്നെയായിരുന്നു അവനെ എന്ത് ചെയ്തിരുന്നത്, ട്രീറ്റ്മെന്റിന് വേണ്ടി കൊണ്ടുപോകും. അല്ലാത്ത സമയത്തൊക്കെ വീട്ടിൽ തന്നെയായിരുന്നു. പിന്നെ ഞാൻ കല്യാണം കഴിഞ്ഞ് ഇങ്ങോട്ട് പോന്നു. ദെൻ ഞാൻ ഒരു ദിവസം വീട്ടിലേക്കാണ്, നമ്മളെ ഓഫീസിൽ നിന്ന് ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിലേക്ക് ചെല്ലുമ്പോ ഒരു വാൻ വന്ന് നിൽക്കുകയാണ്. വാൻ ഇവരുടെ വീട് കഴിഞ്ഞിട്ട് വേണം ഞങ്ങളുടെ വീട്ടിലേക്ക് പോകാനായിട്ട്. അപ്പൊ ഈ വാനിൽ ഡിഫറെന്റ് ഏജിലുള്ള കുട്ടികളുണ്ട്. അപ്പോ നോക്കുമ്പോൾ അത്യാവശ്യം ചില പെൺകുട്ടികളുണ്ട്, ആൺകുട്ടികളുണ്ട്, ഏജ് വ്യത്യാസം ഉണ്ട്. അവരെ ശ്രദ്ധിച്ചു നോക്കി. അപ്പൊ എന്താണ്, ഈ ഞങ്ങളുടെ പഞ്ചായത്തിന്റെ കീഴില് മാനസിക വെല്ലുവിളിയൊക്കെ നേരിടുന്ന കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മളൊരു ക്യാമ്പ് ഒരു ഇതുണ്ടല്ലോ, ഒരു ക്ലാസ്, ഒരു സ്കൂള് പോലെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. പഠിച്ച സ്കൂള് പോലെ ഒരു സ്കൂള് അവർക്ക് വേണ്ടിയിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോ അവിടെ നിന്നുള്ള ഒരു വാനായിരുന്നു. അവനെ ആണെന്ന് മനസ്സിലാവുള്ള, കാരണം ആളാകെ മാറി. പിന്നെ യൂണിഫോം ഇട്ട് അവൻ ആ ഒരു കുട്ടിത്തത്തോടു കൂടി ചാടി ഓടി വീട്ടിലേക്ക് പോവാണ്. ഞാനത് അത്ഭുതത്തോടെ നോക്കിയിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ അങ്കിളിനെ ഒരു ദിവസം ഞാൻ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വരുമ്പോ ഞാൻ ചോദിച്ചു, അവനിപ്പോ പഠിക്കാൻ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു. അപ്പൊ അങ്കിള് പറഞ്ഞു, ഇപ്പൊ അവൻ പഠിക്കാൻ പോകണ്ട മോളെ, അവന് നല്ല മാറ്റമുണ്ട്, പണ്ടത്തെ പോലെ ഒന്നല്ല. അവന് വെച്ചാൽ കരച്ചിലോ ബഹളോ ഒന്നുമില്ല. അവന് പഠിക്കാൻ പോകുന്നത് ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര താല്പര്യമാണ്. അതേപോലെ തന്നെ അവന് എന്താ പറയാ, ആ സമയം ആവുമ്പോഴേക്കും അവൻ തന്നെ റെഡി ആവും. പിന്നെ അവൻ പഴയ പോലെ അല്ല, എല്ലാ കാര്യങ്ങളും അവൻ സ്വയം ചെയ്തു തുടങ്ങി. അവനിപ്പോ ഡ്രസ്സൊക്കെ അവൻ സ്വയം ഇടാനൊക്കെ പഠിച്ചു. അവൻ ഓരോ കാര്യങ്ങൾ പറഞ്ഞു. ഞാൻ ചോദിച്ചു, അവിടെ എന്താ പഠിപ്പിക്കണേന്ന് ചോദിച്ചു. ജസ്റ്റ് ഒരു ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ചോദിച്ചു, എന്താ പഠിപ്പിക്കണേന്ന് ചോദിച്ചു. അപ്പൊ അവിടെ പറഞ്ഞു, മോളെ മെറ്റീരിയൽസ് ഒക്കെ യൂസ് ചെയ്തിട്ടേ അങ്ങനെയാണ് പഠിപ്പിക്കുന്നത്. അപ്പൊ ഞാൻ ചോദിച്ചു, മോണ്ടിസോറി ആണോ എന്ന് ഞാൻ ചോദിച്ചു. അപ്പൊ അതാണ് മോളെ എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞില്ല, ഞാൻ അതാണ് ഞാൻ പഠിപ്പിക്കുന്നത് ഒന്നും ഞാൻ പറഞ്ഞില്ല. മോളെ ആ ഒരു മെത്തേഡായിരുന്നു. ആദ്യമേ ഇങ്ങനെ ഒരു മെത്തേഡ് ഉണ്ടായിരുന്നുവെങ്കിൽ അവൻ ഇതിനേക്കാൾ നല്ല മാറ്റം വന്നാനേയിരുന്നു. ഞങ്ങളിങ്ങനെ വിഷമിക്കണ്ടായിരുന്നു, ഇത്രയും നാള് വിഷമിക്കണ്ടായിരുന്നു. കാരണം അവർ ഒത്തിരി മാറ്റങ്ങൾ സംഭവിച്ചു. ഇപ്പം പുറത്തൊക്കെ കൊണ്ടുപോവാം, പെട്ടെന്നൊന്നും വയലന്റ് ആവുന്നില്ല. പിന്നെ എന്താ പറയാ, മറ്റു കുട്ടികളൊന്നും ഉപദ്രവിക്കുന്നില്ല. അവൻ എല്ലാവരായിട്ട് നല്ല കമ്പനി ആയിട്ട് ചിരിച്ച് നല്ല ഹാപ്പി ആയിട്ടാണ് പോയി വരുന്നത്. നമുക്ക് കാണാം. ഒരാഴ്ചയോളം എന്റെ വീട്ടിൽ പോയി നിന്നിട്ടുണ്ടായിരുന്നു. അപ്പോ കഴിഞ്ഞ വർഷം. അപ്പോൾ എന്താണ്, ഇത് ഡെയിലി ഞാൻ കാണും. ഞാൻ ചെല്ലുമ്പോൾ കറക്റ്റ് ടൈമിനാണ് ഈ വാൻ വരുന്നത്. അവൻ ഭയങ്കര ഹാപ്പിയാണ്, സന്തോഷമായിട്ട് ചിരിച്ച്. അവിടെ ഉള്ള ബാക്കിയുള്ള കുട്ടികളും ഇതേട്ടാ, ഡിഫറെന്റ് ഏജിലെ കുട്ടികളാ, പെൺകുട്ടികളുണ്ട്. അവർക്കും ഇതേപോലെ തന്നെ ചെറിയ ചെറിയ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളാണ്. അപ്പോ അങ്ങനെയുള്ള കുട്ടികളെ നമ്മള്
എന്താ പറയാ ഇങ്ങനൊരു അവസരം കിട്ടിയത് അല്ലെങ്കിൽ അവരിൽ ഇത്രയും മാറ്റം വരുത്താനായിട്ട് കാരണമായത് മോണ്ടിസോറി മെത്തേഡാന്ന് പറഞ്ഞിട്ട് എനിക്ക് ഈ ഒരു മെത്തേഡിനോട് ഒരു പ്രത്യേക ഇഷ്ടം കൂടി തോന്നി. കാരണം നമ്മുടെ പേഴ്സണൽ ലൈഫ് അല്ലെങ്കിൽ നമ്മൾക്ക് ഒരു റിയൽ എക്സ്പീരിയൻസ് വരുമ്പോൾ നമുക്കറിയാം നോർമൽ കുട്ടികളിൽ ഈ മെത്തേഡ് നല്ല എഫക്റ്റീവ് ആണ് എന്ന് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇങ്ങനെയുള്ള കുട്ടികളിലും ഈ മെത്തേഡ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണെന്ന് നമുക്ക് മനസ്സിലാകുമ്പോൾ എന്താണ് നമുക്കൊരു പ്രത്യേക ഇഷ്ടം എനിക്ക് ഈ ഒരു മെത്തേഡിനോട് തോന്നി. അപ്പൊ അങ്കിള് പറഞ്ഞില്ലേ ബട്ടൺസ് ഒക്കെ ഇടാനായിട്ട് സ്വയം പഠിച്ചു എന്ന്. അത് ബട്ടണിങ് ഫ്രെയിം എന്ന് പറയുന്ന ഒരു മെറ്റീരിയൽ ഉണ്ട് നമ്മുടെ മോണ്ടിസോറിയിൽ. നിങ്ങൾ ചെയ്തിട്ടില്ലാലോ? ചെയ്തിട്ടുണ്ടോ? ഇല്ല. ഇല്ല. അത് ഞാൻ ക്ലാസ് കഴിയുമ്പോൾ കാണിച്ചു തരാം. ബട്ടണിങ് ഫ്രെയിംസ് എന്നൊക്കെ ഫ്രെയിമുകൾ ഉണ്ട്, നമുക്ക് ഡ്രസ്സിംഗ് ഫ്രെയിംസ് ഉണ്ട്. അത് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ്. സോ ഈ ബട്ടണിങ് ഫ്രെയിംസ് ഒക്കെ വെച്ച് ട്രെയിൻ ചെയ്യിച്ചിട്ടാണ് അവനങ്ങനെ ഇത് വന്നിട്ടുണ്ടാവുക. കാരണം ഡ്രസ്സൊന്നും ഒരിക്കലും ഒറ്റയ്ക്ക് ഇടുന്ന ഒരാളല്ല കുട്ടി. അത്രയും ഒന്നും പ്രോപ്പർ അല്ലായിരുന്നു. പക്ഷെ അവൻ അതൊക്കെ ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയാ നമ്മുടെ മെത്തേഡ് അവൻ അത്രയും നല്ല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്, എന്താ പറയാ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മൾ ഓരോ മെറ്റീരിയൽ കാണുമ്പോഴും അല്ലെങ്കിൽ ബട്ടറിംഗ് ഫ്രെയിം നിങ്ങൾക്ക് പ്രാക്ടിക്കൽ ക്ലാസ്സിൽ കാണിച്ചൊക്കെ തരുമ്പോൾ ഇതൊന്ന് ആലോചിക്കണം കേട്ടോ. ഇങ്ങനൊരു എനിക്കൊരു എക്സ്പീരിയൻസ് ഉണ്ടായിരുന്നു, ഞാൻ ടീച്ചറെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. ഓക്കെ, അപ്പോ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും നമ്മളുടെ ഈ ഒരു മെത്തേഡ് നല്ല എഫക്റ്റീവ് ആണ്. ഇനി നമ്മൾ മാനസിക വെല്ലുവിളി നേരിടുമ്പോൾ നമ്മൾ ഓരോ ഫാക്കൽറ്റീസും അല്ലെങ്കിൽ ഫെസിലിറ്റേഴ്സും നമ്മൾ എന്ത് കാര്യമാണ് വേണ്ടത്, നമുക്ക് എന്താണ് കൂടുതലായിട്ട് വേണ്ടത്? നോർമൽ കുട്ടികളെ നമ്മൾ പറഞ്ഞാൽ ചിലപ്പോൾ 2 വഴക്ക് പറഞ്ഞാലോ അല്ലെങ്കിൽ നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുത്താൽ അവർ ഓക്കെ ആവും. പക്ഷെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നമ്മൾ വഴക്ക് പറഞ്ഞാൽ അവർക്ക് ഒന്നും മനസ്സിലാവില്ല. അവര് അവരുടേതായ വർക്കുകളിൽ കാര്യങ്ങളിലായിരിക്കും ഒഴുകിയിരിക്കുന്നത്, ചിന്തകളിലായിരിക്കും. അപ്പൊ ഡിഫറെന്റ് ടൈപ്പ് ഓഫ് സ്റ്റുഡൻസ് ആയിരിക്കും. ഇതെന്ന് വെച്ചാൽ സെയിം ഏജ് ആവണമെന്നില്ല, ഡിഫറെന്റ് ഏജിലുള്ള ഡിഫറെന്റ് എന്താ പറയുക ഡിഫറെന്റ് പ്രോബ്ലംസ് ഉള്ള കുട്ടികളായിരിക്കും നമ്മളുടെ ഈ ഒരു മെന്റലി റിട്ടേർഡ് ചിൽഡ്രൻസ് എന്ന് പറയുമ്പോൾ. അപ്പൊ അവര് നമ്മൾ ട്രീറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ അവരെ നമ്മൾ ഹാൻഡിൽ ചെയ്യുമ്പോൾ നമുക്ക് എല്ലാവർക്കും എന്ത് വേണം? ഗുഡ് പേഷ്യൻസ് വേണം, നല്ല ക്ഷമ വേണം. എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ അവർ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഹാൻഡിൽ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ഓക്കെ, ഇനി നമുക്ക് ടെസ്റ്റിലേക്ക് വരാം. The education of mentally retarded children is a special problem whose solution need a certain amount of knowledge. മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് അതൊരു സ്പെഷ്യൽ പ്രോബ്ലം തന്നെയാണ്. കാരണം നമ്മൾ പറഞ്ഞു കൊടുക്കുന്നത് മനസ്സിലാക്കണമെങ്കിൽ ഒരു certain amount of knowledge എങ്കിലും അവർക്ക് വേണം. Many of them are not capable of learning. അതിലെ കുട്ടികളെ സംബന്ധിച്ച് ചിലവരൊക്കെ എന്താണ് ലേൺ ചെയ്യാനായിട്ട് ഒട്ടും ഏബിൾ ആയിരിക്കണമെന്നില്ല, കേപ്പബിൾ ആവണമെന്നില്ല. അവരുടെ മെമ്മറി ആൻഡ് പവർ ഓഫ് ഡിറ്റർമിൻസ് ഈസ് പുവർ. അവരുടെ മെമ്മറി വളരെ പുവർ ആയിരിക്കും, അവർ കാര്യങ്ങൾ മനസ്സിലാക്കുന്ന രീതി ഭയങ്കര പുവർ ആയിരിക്കും. ദർ അണ്ടർസ്റ്റാൻഡ് ഓർ കോംപ്രിഹെൻസ് ഈസ് ഓൾ യൂഷ്വലി പുവർ. അപ്പോൾ ഇത്രയും മോശം ഒരു സാഹചര്യത്തിലൂടെയാണ് അവർ കടന്നു പോകുന്നത്. പക്ഷെ അവർക്കൊന്നും അവർക്ക് മെമ്മറി ഇല്ല. അപ്പൊ നമ്മൾ ഇന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്ത മെറ്റീരിയൽ തന്നെ നാളെ വന്ന് വീണ്ടും നമ്മൾ അവർക്ക് ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരും. നമ്മൾ ആ ഒരു റുട്ടീൻ മേ ബി 1 മാസം ഒന്നും പോരാട്ടോ ഈ ഒരു മാറ്റം വരണമെന്നുണ്ടെങ്കിൽ ഒത്തിരി നാള് നമ്മൾ അവർ ട്രെയിൻ ചെയ്ത് ചെല്ലണം, വലിയ ചെറിയൊരു മാറ്റമെങ്കിലും വരുന്നത്. പക്ഷെ നമ്മൾ നോർമൽ കുട്ടികളിലാണെങ്കിൽ ഒരു 10 പ്രാവശ്യം പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ 11ാമത്തെ പ്രാവശ്യം കുട്ടി തന്നെ ചെയ്യും. അപ്പോൾ ഇവരെ സംബന്ധിച്ചാണെങ്കിൽ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് റിപ്പീറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ക്രിയേറ്റീവ് ഗ്രോത്ത് റിമൈൻസ് അറസ്റ്റഡ്. ഈ കുട്ടികളുടെ ക്രിയേറ്റീവ് ഗ്രോത്ത് എങ്ങനെയാണ്? അറസ്റ്റ് ചെയ്തിരിക്കുകയാണ്. The Montessori education and materials are of great help for these students. അപ്പോൾ മോണ്ടിസോറി എൻവയോൺമെന്റും അതേപോലെ തന്നെ നമ്മളുടെ മെറ്റീരിയൽസും ഈ കുട്ടികൾക്ക് വളരെയധികം എന്താണ് എഫക്റ്റീവ് ആണ്. The teachers should deals with these students with good patience. അപ്പോൾ ഇങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നമ്മൾ ഡീൽ ചെയ്യേണ്ടതായിട്ട് വരുമ്പോൾ നമുക്ക് നല്ല പേഷ്യൻസ് വേണം. ഓക്കെ, ഇനിയിപ്പോ നിങ്ങള് എന്താ പറയാ നമുക്ക് നോർമൽ സ്കൂളിൽ തന്നെ ട്രെയിനിങ്ങോ അല്ലെങ്കിൽ ജോബ് കിട്ടണമെന്നില്ല. നമ്മളെങ്ങാനും മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ ട്രെയിൻ ചെയ്യാനാണ് പോകുന്നെങ്കിൽ അല്ലെങ്കിൽ അവിടെയാണ് ജോയിൻ ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്താണ് നമുക്ക് നല്ല ഗുഡ് പേഷ്യൻസ് ഉണ്ടോന്ന് ആദ്യം തന്നെ നോക്കാം. ഗുഡ് പേഷ്യൻസ് ഉണ്ടെന്ന് നമുക്ക് ഉറപ്പാണെങ്കിൽ മാത്രം എന്ത് ചെയ്യാം, ആ ഒരു ജോബിൽ ജോയിൻ ചെയ്താൽ മതി. ഇക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി, എല്ലാ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്കും ഈക്വൽ ഓപ്പർച്യൂണിറ്റി കിട്ടണം ഫോർ എഡ്യൂക്കേഷൻ. A group of mentally retarded children may differ in sequential age.
നമ്മളിപ്പോ ഒരു കുറച്ച് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നമ്മൾ എടുക്കുകയാണെങ്കിൽ അവരുടെ ഏജ് എങ്ങനെയായിരിക്കും? ഡിഫറെന്റ് ആയിരിക്കും. സം ഓഫ് ദം ആർ ഓൾഡർ ദാൻ അതേഴ്സ്. ചില കുട്ടികൾ മറ്റുള്ളവരെക്കാൾ മുതിർന്ന കുട്ടികളായിരിക്കും. ബട്ട് ദേ ആർ ബിഗ് ടു ബി ഗ്രൂപ്പ്ഡ് ടുഗദർ. ഇവരെല്ലാവരും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? ടു അവൈൽ ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ്. കുട്ടികളെല്ലാവരും നമ്മൾ ഗ്രൂപ്പ് ചെയ്തിരിക്കുന്നത് അവർക്ക് ഈക്വൽ ഓപ്പർച്യൂണിറ്റി ഫോർ എഡ്യൂക്കേഷൻ ആൻഡ് ട്രീറ്റ്മെന്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ്, കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ത്രൂ ദേ ആർ ഗ്രോ അപ്പ് ഫിസിക്കലി. അവര് വലിയ കുട്ടികളെ പോലെ ഫിസിക്കലി ഗ്രോ ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ദർ ഏജ് ഈസ് വെരി ലോ, സോറി ദർ മെന്റൽ ഏജ് ഈസ് വെരി ലോ. കാണാനായിട്ട് വലിയൊരു 20-21 വയസ്സൊക്കെ ഉള്ള ഒരു ആൺകുട്ടീനെയൊക്കെ പോലെ തോന്നുമെങ്കിലും അവരുടെ മനസ്സിന്റെ വളർച്ച എന്ന് പറയുന്നത് നമ്മളില് ഹാൻഡിൽ ചെയ്യുന്ന കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ മനസ്സിലേക്ക് വരുന്നത് 3 to 6 years ആണ്. ഒരു 3 years കുറവായിരിക്കുള്ളൂ ഈ കുട്ടികളുടെ മെന്റൽ ഏജ് എന്ന് പറയുന്നത്. വേഗം വന്നവർ നമ്മൾ ഹഗ് ഒക്കെ ചെയ്യും. നമ്മൾ വിചാരിക്കും വലിയ കുട്ടിയാണല്ലോ നമ്മൾ ഹഗ് ചെയ്യണേ, അങ്ങനെ വിചാരിക്കേണ്ട. അവരുടെ മനസ്സ് അതൊരു കുഞ്ഞി കുട്ടിയുടെ അത്രേ ഉള്ളൂ. ഒരു 3 വയസ്സുള്ള ഒരു കുട്ടീനെ പോലെ ആയിരിക്കും അവരുടെ പെരുമാറ്റവും കാര്യങ്ങളൊക്കെ. അപ്പൊ അവര് സ്നേഹം പ്രകടിപ്പിക്കുന്നത് നമ്മളോട്. അവര് നമ്മളെ കാണുന്നത് എന്താ പറയാ സെക്കൻഡ് മദറായിട്ടാന്ന് വെച്ചാൽ അവര് എന്താ പറയാ അമ്മ കഴിഞ്ഞാൽ അടുത്ത അമ്മനെ പോലെ അല്ലെങ്കിൽ സെക്കൻഡ് മദറാണ് ആര്? നമ്മളെല്ലാവരും അവരുടെ കണ്ണില്. സോ അവർ നല്ല രീതിയിൽ നല്ല കെയറോടുകൂടി നമ്മളൊരു കുഞ്ഞു കുട്ടീനെ എങ്ങനെയാണ് കെയർ ചെയ്യുന്നത് അതേപോലെ തന്നെ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ നമ്മൾ എന്ത് ചെയ്യണം? കെയർ ചെയ്യണം. ഓക്കെ, അങ്ങനെ കുട്ടികളെ ഹാൻഡിൽ ചെയ്യേണ്ട വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവർ നല്ല രീതിയിൽ കെയർ ചെയ്യില്ലേ? ഇനി അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ് ഞാൻ പറഞ്ഞു. മെന്റലി റിട്ടയർഡ് ചിൽഡ്രൻസിനെ സംബന്ധിച്ച് അവര് എല്ലാവരും മെന്റലി ഡിഫറെന്റ് ആയിരിക്കും. ഓരോ കുട്ടിക്കും ഓരോ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പ്രോബ്ലംസും കാര്യങ്ങളൊക്കെ ആയിരിക്കും. അപ്പൊ അവർക്കനുസരിച്ചിട്ടുള്ള അവരുടെ ഐക്യു അല്ലെങ്കിൽ അവർക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഫിസിക്കൽ ആൻഡ് മോട്ടോർ ആക്ടിവിറ്റീസ് ആയിരിക്കണം നമ്മൾ അവർക്ക് വേണ്ടി പ്രൊവൈഡ് ചെയ്യാനായിട്ട്. അതെന്ന് വെച്ചാൽ അവർക്ക് എന്താണോ ചെയ്യാൻ പറ്റുന്നത് ആ ഒരു ചെറിയ ആക്ടിവിറ്റി. ചിലപ്പോൾ ഒരാൾക്ക് ബീറ്റ്സ് ജസ്റ്റ് കൗണ്ട് ചെയ്യാൻ പറ്റായിരിക്കും, ഒരാൾക്ക് ചിലപ്പോൾ ബട്ടൺസ് ഓപ്പൺ ചെയ്യാൻ അറിയാൻ പറ്റും, ഇടാൻ അറിയാൻ പറ്റില്ല. അപ്പൊ ചില ആക്ടിവിറ്റീസുകൾ മാത്രമേ അവർക്ക് പറ്റുള്ളൂ. അപ്പൊ അത് നമ്മൾ കൂടുതലായിട്ട് എന്ത് ചെയ്യാം? ട്രെയിൻ ചെയ്യിച്ച് അവരുടെ സെൻസും കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ ട്രെയിൻ ചെയ്യിക്കാനായിട്ട് നമ്മൾ ശ്രമിക്കണം. നോക്കാം, അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ്. The mentally retarded children should be give suitable and proper physical and mental activities. അപ്പോൾ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് സ്യൂട്ടബിളും പ്രോപ്പർ ആയിട്ടുള്ള ഫിസിക്കൽ ആക്ടിവിറ്റീസ് നമ്മൾ ഫിസിക്കൽ ആൻഡ് മെന്റൽ ആക്ടിവിറ്റീസ് പ്രൊവൈഡ് ചെയ്യണം. സോ ദാറ്റ് ദേ മേ ഫ്രീക്വന്റ്ലി ഗെറ്റ് ഓപ്പർച്യൂണിറ്റി ടു ആക്റ്റീവ് ആൻഡ് വിജിലന്റ്. എന്നാൽ മാത്രമാണ് അവർക്ക് ആ ഒരു ഫ്രീക്വന്റ് ആയിട്ടുള്ള ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാൽ മാത്രമാണ് അവർക്ക് നല്ല രീതിയിൽ ആക്റ്റീവ് ആയിട്ടും ബുദ്ധിപരമായിട്ട് അവർക്ക് ഓരോ കാര്യങ്ങൾ ചെയ്യാൻ, സ്വയം ഓരോ കാര്യങ്ങളും ചെയ്യാനൊക്കെ പറ്റുള്ളൂ. അപ്പൊ അപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റീസ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം. ഞാൻ പറഞ്ഞു മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികൾക്ക് നമ്മൾ എഡ്യൂക്കേഷൻ പോയിന്റ് ഓഫ് വ്യൂ മാത്രം അവരെ നമ്മൾ എന്ത് ചെയ്തിട്ട് കാര്യമില്ല, ഹാൻഡിൽ ചെയ്തിട്ട് കാര്യമില്ല. എന്താ ട്രീറ്റ്മെന്റ്, മെഡിക്കൽ ട്രീറ്റ്മെന്റും അവർക്ക് വേണം. ഒരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയിട്ടാ, ഞാൻ പറഞ്ഞില്ലേ അവന്റെ കാര്യം. ആ കുട്ടിക്ക് ഇങ്ങനൊരു പ്രശ്നം ഉണ്ടായിരുന്നല്ലോ. അപ്പൊ അവൻ ആദ്യമൊക്കെ കൊടുത്തിരുന്നത് മരുന്നിന്റെ ഒക്കെ ഡോസ് എന്ന് വെച്ചാൽ ഹൈ ഡോസ് ആയിരുന്നു, ഭയങ്കരമായിട്ട് മരുന്നായിരുന്നു. ഒരു മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര ഉറക്കവും കാര്യങ്ങളൊക്കെ ആയിരിക്കും. ഭയങ്കരമായിട്ട് വയലന്റ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും? മരുന്ന് കൊടുക്കും, മരുന്ന് കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഉറങ്ങിപ്പോവും. അങ്ങനെയായിരുന്നു ഒരുപാട് നാൾ അവര് അങ്ങനെയായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്. പക്ഷേ ഇപ്പൊ അങ്കിള് പറഞ്ഞത് മോളെ അവരിപ്പോ മരുന്നൊക്കെ നോർമലായിട്ട് കഴിക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഡോസ് കുറഞ്ഞ മരുന്നാണ്, എന്നാൽ പോലും അവനിൽ വേറെ പ്രശ്നമോ വയലന്റ് ആവുകയോ അങ്ങനെ ഒന്നുമില്ല എന്ന് പറഞ്ഞു. അതും എനിക്കൊരു സന്തോഷമായി. കാരണം ഈ ഒരു എന്താ പറയാ ഈ ഒരു മെത്തേഡിലൂടെ അവന്റെ അസുഖം കുറച്ച് അല്ലെങ്കിൽ അസുഖത്തിന്റെ ആ ഒരു മരുന്ന് കൊടുക്കുന്ന ഡോസേജ് എന്ന് പറയുന്ന അസുഖം ഒരു പരിധി വരെ കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റിയിട്ടുണ്ട്. അപ്പൊ അത് ഒരു നല്ലൊരു എന്താ പറയാ നല്ലൊരു കാര്യമാണ്. അപ്പൊ സ്പെഷ്യൽ ക്ലിനിക്കുകൾ നമ്മൾ എന്ത് ചെയ്യാറുണ്ട്? ഈ എഡ്യൂക്കേഷന്റെ ഭാഗമായിട്ട് തന്നെ അവർക്ക് സ്പെഷ്യൽ ക്ലിനിക്കും കാര്യങ്ങളും അറേഞ്ച് ചെയ്യാറുണ്ട്. ആസ് ദീസ് ചിൽഡ്രൻ നീഡ് നോട്ട് ഓൺലി കോഗ്നിറ്റീവ് സപ്പോർട്ട്, വിജ്ഞാനപരമായിട്ടുള്ള സപ്പോർട്ട് മാത്രമല്ല നമ്മുടെ കുട്ടികൾക്ക് വേണ്ടേ, ബട്ട് ഓൾസോ മെഡിക്കൽ ട്രീറ്റ്മെന്റ്. നമ്മൾ മെഡിക്കൽ ട്രീറ്റ്മെന്റ് കൊടുക്കണം. പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക് മേ ബി ഓർഗനൈസ്ഡ്. അപ്പം മെഡിക്കൽ ട്രീറ്റ്മെന്റും പീരിയോഡിക് സ്പെഷ്യൽ ക്ലിനിക്കും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. ദെൻ സാധാരണ ഒരു സ്കൂളിലാണ് നമ്മൾ ഈ കുട്ടികൾ വളരുന്നതെങ്കിൽ ആ കുട്ടികളെ ചിലപ്പോൾ ഫൂളാക്കാനും കളിയാക്കാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട് നോർമൽ സ്കൂൾ ആണെങ്കിൽ.
ഞാൻ പഠിച്ചത് ഒരു ഗവൺമെന്റ് സ്കൂളാണ്. ഞങ്ങളുടെ സ്കൂൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ 8th മുതൽ പഠിച്ചതാണ് കേട്ടോ. ഒരു ഗവൺമെന്റ് സ്കൂളിലാണ് പഠിച്ചത്. അപ്പൊ അവിടെ എന്റെ സീനിയർ ആയിട്ട് 9th പഠിക്കുന്നത് വരുൺ ചേട്ടൻ എന്ന് പറഞ്ഞ ചേട്ടനാണ്. ആ ചേട്ടൻ ഇതേപോലെ മാനസിക വെല്ലുവിളി നേരിടുന്ന ഒരു ചേട്ടനായിരുന്നു. അവിടെ അവർക്ക് വേണ്ടിയിട്ടൊരു ക്ലാസ് റൂം ഒക്കെ ഉണ്ട്. പക്ഷെ ആ ചേട്ടൻ എപ്പോഴും പുറത്തൊക്കെ നടക്കും. അപ്പൊ ഈ ചേട്ടനെ ഫൂളാക്കാൻ വേണ്ടിയിട്ടൊക്കെ കുറെ പേര് എന്ത് ചെയ്യും, ഈ പ്ലാസ്റ്റിക്കിന്റെ കുപ്പി ഉണ്ടല്ലോ, പ്ലാസ്റ്റിക്കിന്റെ കുപ്പി എന്ത് ചെയ്യും, ഒരുപാട് പ്ലാസ്റ്റിക്കിന്റെ കുപ്പികൾ ഇങ്ങനെ ഒരു വാല് പോലെ ഇങ്ങനെ കെട്ടിയിട്ട് ചേട്ടന്റെ ബാക്കിൽ കെട്ടിയിട്ടിട്ട് എന്ത് ചെയ്യും, ഓടിക്കും. എന്നിട്ട് പിള്ളേരും അതിന്റെ പുറകെ ഓടും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അവരെ ഭയങ്കരമായിട്ട് സൈക്കോളജിക്കലി എന്ത് ചെയ്യുന്നുണ്ട്, അഫക്റ്റ് ചെയ്യുന്നുണ്ട് ഇല്ലേ? നമ്മൾ അങ്ങനെ ചെയ്യുന്നത് മറ്റു കുട്ടികൾ ഫൂളാക്കാനും തമാശ കാണിക്കാനൊക്കെ വേണ്ടിയിട്ട് ഈ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ യൂസ് ചെയ്യാറുണ്ട്. അപ്പൊ അത് എന്താണ്, അത് അവരുടെ മെന്റലി അഡ്വൈസിൽ എന്ത് ചെയ്യും, അഫക്റ്റ് ചെയ്യും. സോ അങ്ങനെ നമ്മുടെ ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യുക, അവരെ വാൺ ചെയ്യുക. അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല. അതിൻ്റെതായ കറക്റ്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ അവരെന്ത് ചെയ്യുക, വാൺ ചെയ്ത് വിടണം. അങ്ങനെ ഒരു അവസരം നമ്മുടെ മുമ്പിൽ, അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ നമ്മുടെ കുട്ടികളെ അല്ലെങ്കിൽ മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ മറ്റു കുട്ടികൾ ബുള്ളി ചെയ്യാനൊന്നും നമ്മൾ അനുവദിക്കരുത്. ഇപ്പൊ ഞാൻ പറഞ്ഞു കുറച്ച് ചേട്ടന്മാരെ ഇങ്ങനെ കളിയാക്കി വിട്ടുന്നൊക്കെ കാണാറുണ്ടെന്ന്. പക്ഷെ ഞങ്ങളുടെ സ്കൂളിൽ തന്നെയുള്ള വേറെ ചേട്ടന്മാര് ഇപ്പൊ പുറത്തൊക്കെ പോയി വരുമ്പോ വരും ചേട്ടൻ എപ്പോഴും ഭയങ്കര വിശപ്പാണ്, ഭയങ്കരമായിട്ട് ഫുഡ് എന്നുള്ള ചിന്ത മാത്രമേ ഉള്ളൂ. ചിപ്സും കാര്യങ്ങളും വാങ്ങിച്ചുകൊണ്ട് കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. +2 പഠിക്കുന്ന ചേട്ടന്മാര് എന്തെങ്കിലും ചിപ്സ് നല്ല വറവോ കാര്യങ്ങളൊക്കെ പോയി വരുമ്പോ വാങ്ങിച്ചുകൊണ്ട് കൊടുക്കും. എന്നുവെച്ചാ അവിടെ ഒരു കെയറും ഇതൊക്കെ കാണുന്നുണ്ട് ഇല്ലേ? ഒരു പ്രത്യേക കെയറും കാര്യങ്ങളും നമുക്ക് അതിൽ കാണാനായിട്ട് പറ്റും. അപ്പോ അവരെ നമ്മൾ അവോയ്ഡ് ചെയ്യല്ല വേണ്ടത്, അല്ലെങ്കിൽ അവരെ നമ്മൾ കളിയാക്കല്ല വേണ്ടത്, മറ്റുള്ളവരുടെ മുമ്പിൽ ഫൂളാക്കല്ല വേണ്ടത്. നമ്മൾ അവരെ സപ്പോർട്ട് ചെയ്യാം, അവർക്ക് വേണ്ട നീഡ്സും കാര്യങ്ങളും മനസ്സിലാക്കുക, അവരെ നല്ല രീതിയിൽ നമ്മൾ എന്ത് ചെയ്യുക, സപ്പോർട്ട് ചെയ്യാണ് വേണ്ടത്. ആസ് ദേ ആർ എഡ്യൂക്കേറ്റഡ് ഇൻ നോർമൽ സ്കൂൾ എൻവയോൺമെന്റ്. സപ്പോസ് ഇവരെ നമ്മൾ സ്പെഷ്യൽ സ്കൂളിലൊന്നും ചേർക്കാതെ നോർമൽ സ്കൂളിലാണ് വിടുന്നെങ്കിൽ, ചിൽഡ്രൻസ് ഹാവ് എ ടെൻഡൻസി ടു fool them or laugh at them. കളിയാക്കാനും തമാശ കാണിക്കാനൊക്കെ അവർക്ക് ഭയങ്കരമായിട്ട് താല്പര്യമായിരിക്കും മറ്റു കുട്ടികൾക്ക്. ടീച്ചേഴ്സ് ഷുഡ് സീ ടു ദിസ് ആൻഡ് അവോയ്ഡ് എനി സച്ച് അറ്റംപ്റ്റ്. നമ്മളുടെ ശ്രദ്ധയിൽ അങ്ങനെ ഒരു ഇൻസിഡന്റ് വരാണെങ്കിൽ നമ്മൾ മാക്സിമം അങ്ങനെ ഒരു ഇൻസിഡന്റ് വരാതിരിക്കാൻ ശ്രമിക്കാം. കാണുകയാണെങ്കിൽ അങ്ങനെ എന്താ പറയാ, അവർ നല്ല രീതിയിൽ വാൺ ചെയ്ത് വിടാം, മറ്റു കുട്ടികളെ നല്ല രീതിയിൽ വാൺ ചെയ്ത് വിടാം. കാരണം ബിക്കോസ് ഇറ്റ് വുഡ് സൈക്കോളജിക്കലി അഫക്ട് ദം അഡ്വേഴ്സ്ലി. നമ്മുടെ കുട്ടികളെ സൈക്കോളജിക്കലി അത് അഫക്ട് ചെയ്യാനുള്ള ചാൻസ് കൂടുതലാണ്. അതുകൊണ്ടാണ് നമ്മൾ അവരെ മാക്സിമം ഇങ്ങനെയുള്ള ഇൻസിഡന്റ് ഒക്കെ വരികയാണെങ്കിൽ അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുന്നത്. ഇനി അടുത്താണ് നോർമൽ ചിൽഡ്രൻസിനെ സംബന്ധിച്ചുള്ള വെൽഫെയർ ആണ്. വെൽഫെയർ സർവീസ് ഫോർ നോർമൽ ചിൽഡ്രൻ. നമ്മളിപ്പോ പറയുന്നത് എന്താണ്, കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആണ്. കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ ആർക്കൊക്കെയാണ് കൊടുക്കേണ്ടത് എന്നുള്ളതിനെ കുറിച്ചിട്ടൊക്കെയാണ് നമ്മൾ ഇത്രയും നേരം സംസാരിച്ചുകൊണ്ടിരുന്നത്. ഇനി വെൽഫെയർ സർവീസ് ഇതേപോലെ തന്നെ നമ്മുടെ നോർമൽ കുട്ടികൾക്കും വെൽഫെയർ സർവീസും കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യണം. ഓൾസോ സ്പെഷ്യൽ കെയർ ഇസ് ഗിവൺ ടു അണ്ടർ പെർഫോമിംഗ് ഓർ ഡിസേബിൾഡ് ചിൽഡ്രൻ. അണ്ടർ പെർഫോമിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിസേബിൾഡ് എന്ന് വേണ്ട, സ്പെഷ്യലി ഏബിൾഡ്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡിസേബിൾഡ് എന്ന് പറയാൻ പാടില്ല എന്ന് ഇല്ലേ? നിങ്ങളും മാക്സിമം അത് അവോയ്ഡ് ചെയ്യാനായിട്ട് ശ്രമിക്കണം കേട്ടോ. ഡിസേബിൾഡ് എന്നൊന്നും പറയരുത്, സ്പെഷ്യലി ഏബിൾഡ്. അവര് ആ വേർഡ് യൂസ് ചെയ്യുമ്പോൾ സ്പെഷ്യലി ഏബിൾഡ് ചിൽഡ്രൻസ് എന്നുള്ള രീതിയിൽ പറയണം. ആൻഡ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ പ്രോഗ്രാംസ് ആർ ഇമാജിൻഡ് ഫോർ ദം. അപ്പൊ അണ്ടർ പെർഫോമിംഗ് ആൻഡ് സ്പെഷ്യലി ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് കോമ്പൻസേറ്ററി എഡ്യൂക്കേഷൻ നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നത്, ഇമാജിൻ ചെയ്തിരിക്കുന്നത്. നോർമൽ ചിൽഡ്രൻ ടു റിക്വയർ സ്പെഷ്യൽ കെയർ ഫോർ ദർ ഡെവലപ്മെന്റ്. അപ്പൊ നോർമൽ കുട്ടികളെ സംബന്ധിച്ച് അവർക്ക് സ്പെഷ്യൽ കെയർ അവരുടെ ഡെവലപ്മെന്റിൽ വേണം. ഇൻ മോണ്ടിസോറി എഡ്യൂക്കേഷൻ ദിസ് ഈസ് ഫുൾഫിൽഡ് ത്രൂ ഇൻഡിവിജ്വൽ അറ്റൻഷൻ. നമ്മൾ ഇൻഡിവിജ്വൽ അറ്റൻഷനിലൂടെ ഈ ഒരു എന്താ പറയുക, നമ്മളുടെ മെത്തേഡിലൂടെ അവരുടെ നീഡ്സ് കാര്യങ്ങളും നമുക്ക് ഒരു പരിധി വരെ എന്ത് ചെയ്യാൻ പറ്റും, ഫുൾഫിൽ ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട്. ഓക്കെ, അപ്പോ നമ്മള് മാനസിക വെല്ലുവിളി നേരിടുന്ന കുട്ടികളെ കുറിച്ചിട്ടാണ് പറഞ്ഞത്. നോർമൽ കുട്ടികളെ പോലെ തന്നെ നമ്മുടെ മോണ്ടിസോറി എഡ്യൂക്കേഷൻ നല്ല രീതിയിൽ എഫക്റ്റീവ് ആകുന്നതും ആർക്കാണ്, മെന്റലി റിറ്റൈൻഡ് ആയിട്ടുള്ള കുട്ടികൾക്കും എന്താണ് നല്ല രീതിയിൽ എഫക്റ്റീവ് ആണ്. എല്ലാവരും ഒന്ന് റീഡ് ചെയ്ത് നോക്കൂ ചാപ്റ്റർ പോർഷൻ മെന്റലി റിറ്റൈൻഡ് ചിൽഡ്രൻ.
ഒന്ന് റീഡ് ചെയ്ത് എല്ലാവരും. എന്തെങ്കിലും ഡൗട്ട്സ് തോന്നുന്നുണ്ടെങ്കിൽ പറയാം കേട്ടോ. റീഡ് ചെയ്തോ? ഓക്കെ. നിങ്ങള് എത്ര ആക്ടിവിറ്റി, ഏത് ആക്ടിവിറ്റി വരെ ചെയ്തു എന്ന് പറയാവോ? മിസ്സേ, ഞാൻ ഈ ഫ്ലാഷ് കാർഡ് കാണിച്ചിട്ടുണ്ട്, കഴിഞ്ഞ ക്ലാസ് കേറിയില്ല, ഒന്ന് കാണിച്ചോട്ടെ? കാണിച്ചോട്ടോ. സെൻസറി. ഓക്കെ കേട്ടാ, നന്നായിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ഞാൻ ജസ്റ്റ് പറയാം. അതനുസരിച്ച് നിങ്ങളൊന്ന് തമ്പിട്ടാ മതി ഇതൊക്കെ ചെയ്തു എന്നുള്ളത്. സാൻഡ് പേപ്പർ ആൽഫബറ്റ്സ് നമ്പേഴ്സും ചെയ്തു അല്ലെ? ആൽഫബറ്റ് ചാർട്ടും നമ്പർ ചാർട്ടും ചെയ്തു. പിന്നെ സെൻസ് ഓർഗൻസിന്റെ ഫ്ലാഷ് കാർഡും ചെയ്തു അല്ലെ? ഇത്രയല്ലേ ചെയ്തിട്ടുള്ളൂ? വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? വേറെ ഒന്നും ചെയ്തിട്ടില്ലല്ലോ? ഓക്കെ. അടുത്ത ആക്ടിവിറ്റി ആണ് ഫ്രെയിം. ഞാനിപ്പോ ജസ്റ്റ് ഫ്രെയിംസിനെ കുറിച്ച് പറഞ്ഞൂലേ? മോണ്ടിസോറിയില് നമ്മള് പ്രാക്ടിക്കൽ ലൈഫ് ഏരിയ ഇത് വരുന്ന ഒരു മെറ്റീരിയൽ ആണ് എന്താ ഈ ഫ്രെയിംസ് എന്ന് പറയുന്നത്. ഡ്രസ്സിംഗ് ഫ്രെയിംസ് എന്ന് പറയൂ കേട്ടോ. ജസ്റ്റ് ഡ്രസ്സിംഗ് ഫ്രെയിം എന്ന് പറയാറുണ്ട്. ഡിഫറെന്റ് ടൈപ്സ് ഡ്രസ്സിംഗ് ഫ്രെയിം ഉണ്ട്. ഇതില് നിങ്ങള് ഏതെങ്കിലും ഒരു 5 എണ്ണം ചെയ്താൽ മതി. ഓക്കെ, എങ്ങനെ ചെയ്യണം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. ഈ ക്രാഫ്റ്റ് ഒക്കെ ഉള്ള ക്രാഫ്റ്റ് ചെയ്യുന്ന മെറ്റീരിയൽസ് വിൽക്കുന്ന കടയില്ലേ, അങ്ങനെയുള്ള കടകളുണ്ടോ നിങ്ങളുടെ അടുത്ത്? ക്രാഫ്റ്റ് കാര്യങ്ങൾ കടകള്. അവിടെ നമുക്ക് ഈ ഒരു വുഡിന്റെ പീസ് കിട്ടും. ചെറിയ അത്യാവശ്യം നല്ല സൈസിലുള്ള വുഡിന്റെ പീസ് കിട്ടും. അത് യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് നല്ലതായിരിക്കും. ഫ്രെയിം എന്ന് പറയുമ്പോ സപ്പോസ് നമുക്ക് വുഡിന്റെ പീസ് കിട്ടിയില്ല എന്ന് വിചാരിക്കും, വേറെ പ്രശ്നമൊന്നുമില്ല.
അതിന് പകരം നമുക്ക് കാർഡ്ബോർഡോ അല്ലെങ്കിൽ കനോട് എന്തെങ്കിലും പീസ് യൂസ് ചെയ്യാം. ഇതുണ്ടോ, ഈ വുഡ് പീസാണ് രണ്ട് സൈഡിലും പോകുന്നത്. പിന്നെ ഒരു റോള് പോലത്തെ ഒരു പീസ് വരും. ഞാനേ നോക്കട്ടെ കേട്ടോ വേറെ എന്തെങ്കിലും. ജസ്റ്റ് കിട്ടോ നോക്കട്ടെ വീഡിയോസ് എവിടെയെങ്കിലും. നമ്മളിങ്ങനെ ഡ്രസ്സിംഗ് ഫ്രെയിംസിന്റെ വീഡിയോസും കാര്യങ്ങളൊക്കെ നോക്കിക്കഴിഞ്ഞാല് യൂട്യൂബിലൊക്കെ കാണും. കുഴപ്പമില്ല. ഇതിൽ ഓരോ ഫ്രെയിംസ് ആയിട്ട് ഞാൻ ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ നിങ്ങൾക്ക് കേട്ടോ. രണ്ട് സൈഡിലും മുകളിലും താഴെയായിട്ട് രണ്ട് വുഡിന്റെ ചെറിയ പീസ് വെക്കാം. നടുക്കൊരു റോള് പോലത്തെ വുഡ് ഒരു നമുക്ക് ശരിക്കും ഒരു റോള് പോലത്തെ ഒരു പീസ് കിട്ടും. സോ അത് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഈ ഒരു ഫ്രെയിം ചെയ്തെടുക്കാനായിട്ട് പറ്റും. ഓക്കെ, പെട്ടെന്ന് തന്നെ വേണമെന്ന് ഞാൻ പറയില്ല, നിങ്ങളോട് അന്വേഷിക്കുക ഇങ്ങനെ കിട്ടുന്നുണ്ടോ, വുഡിന്റെ പീസുകൾ കിട്ടുന്നുണ്ടോ എന്ന് അന്വേഷിച്ചു നോക്കുക. അല്ലെങ്കിൽ വീട്ടിൽ പഴയ ഫോട്ടോ ഫ്രെയിം വല്ലതുണ്ടോ, ഫോട്ടോ ഫ്രെയിംസോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ? ആർക്ക് മനസ്സിലാവുന്നില്ലേ? ഇല്ല. ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഞാൻ പറയണത്. ഇതേ നമ്മളിപ്പോ ചെയ്യാൻ പോകുന്ന പ്രാക്ടിക്കൽ ഏരിയയിൽ വരുന്ന ഒരു മെറ്റീരിയൽ ആണ് ഫ്രെയിം എന്ന് പറയും. ഡ്രസ്സിംഗ് ഫ്രെയിം എന്ന് പറയും. ഡ്രസ്സിംഗ് ഫ്രെയിം സാധാരണയായിട്ട് വുഡിലാണ് വരുന്നത്, ബാക്കി ക്ലോത്ത് ആണ്. നമ്മള് ഇപ്പൊ ബട്ടണിങ് ഫ്രെയിം ആണെന്ന് വിചാരിക്കുക. ഓരോ ഫ്രെയിംസ് ആയിട്ട് പറയാം. ഇത് കണ്ടോ, ഇത് ബട്ടണിങ് ഫ്രെയിം ആണ്. മുകളിലും താഴെ രണ്ട് എന്താ പറയുക ഒരു റെക്ടാങ്കിൾ പോലത്തെ ഒരു പീസും നടുക്കൊരു റോള് പോലത്തെ ഒരു പീസും ഉണ്ട്. അത് റോള് തന്നെ അവിടെ നിന്നൊന്നുമില്ല, നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ യൂസ് ചെയ്യാനായിട്ട് പറ്റും. 4 സൈഡ് നമ്മളൊരു ഫ്രെയിം പോലെ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കുട്ടികളെ കൊണ്ട് ഈ ബട്ടൺസ് ഒക്കെ എങ്ങനെയാണ് ഇടുന്നത്, എങ്ങനെയാണ് ഓപ്പൺ ചെയ്യുന്നത്, അത് എങ്ങനെ ക്ലോസ് ചെയ്യുന്നു എന്നൊക്കെ പഠിപ്പിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു മെറ്റീരിയൽ ആണ് ഇത്, ഈ ബട്ടണിങ് ഫ്രെയിം എന്ന് പറയുന്നത്. കണ്ടോ, വുഡ് ആണ്. ഇവിടെ റോള് പോലത്തെ ഒരു എന്ത് സംഭവം ഉണ്ട്, റോളർ പോലത്തെ ഒരു സംഭവം ഉണ്ട്. ഇനിയിപ്പോ സപ്പോസ് ആരൊക്കെ സ്റ്റിച്ച് ചെയ്യും ഇതില്, അതൊക്കെ വീട്ടിലുണ്ട് തയ്യൽ മെഷീൻ, സ്റ്റിച്ച് ചെയ്യും. കൂടുതൽ പേരും ചെയ്യുമല്ലോ. ഓക്കെ, അവർക്ക് എളുപ്പമായിരിക്കും. കാരണം പഴയ നമ്മളുടെ കട്ട് പീസുകൾ കിട്ടും. കട്ട് പീസുകളോ അല്ലെങ്കിൽ പഴയ ഷർട്ട് ഉണ്ട് വിചാരിക്കും വീട്ടില്, പോക്കറ്റൊന്നും ഇല്ലാത്ത രീതിയിലുള്ള പഴയ ഷർട്ട് ഉണ്ടെങ്കിൽ ആ ഷർട്ടിന്റെ ഈ കോളറുകൾ കട്ട് ചെയ്ത് കളയാം, കൈ കട്ട് ചെയ്ത് കളയാം. കട്ട് ചെയ്തിട്ട് നമുക്കൊരു സ്ക്വയർ പീസ് പോലെ കിട്ടും. എന്നിട്ട് അതെടുത്ത് നമുക്ക് ഫ്രെയിം ചെയ്യാൻ പറ്റും, ഇല്ലേ? മിസ് പറഞ്ഞപ്പോ ആദ്യം മനസ്സിൽ വന്നത് ഒരു ഐഡിയയാണ്. ആണല്ലേ, ഓക്കെ, അത് എളുപ്പപ്പണിയാണ് കേട്ടോ. അല്ലാതെ മനസ്സിലും ഷർട്ടിന്റെ നമ്മൾ ഈ കൈയും വെട്ടിക്കളയാ, ഈ കോളറും വെട്ടിക്കളയാ, സ്ക്വയർ പീസ് കിട്ടും. പിന്നെ സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ ഇതേപോലൊരു പീസ് ആവും, അല്ലേ? ഓക്കെ, ഇനി സപ്പോസ് നമുക്ക് അത്യാവശ്യം കുഞ്ഞു കുട്ടികളല്ലേ, അവർക്ക് വലിയൊരു ഡ്രസ്സിംഗ് ബട്ടണിങ് ഫ്രെയിം ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ, ഇത് വലിയ ബട്ടണിങ് ഫ്രെയിമാണ്, ഞാനിപ്പോ കാണിച്ചിരിക്കുന്ന ഇമേജിലുള്ള വലിയ ബട്ടണിങ് ഫ്രെയിമാണ്. ഈ കട്ട് പീസുകൾ കിട്ടും കടകളില്. നമ്മള് എന്താ പറയാ സ്റ്റിച്ച് ചെയ്യുന്നവർക്ക് അറിയാൻ പറ്റും. നമ്മളിങ്ങനെ ടെക്സ്റ്റൈൽസിലൊക്കെ ലാസ്റ്റ് വരുന്ന പീസ് ഉണ്ടല്ലോ, മെറ്റീരിയൽ ഒക്കെ മുറിച്ച് ലാസ്റ്റ് വരുന്ന കട്ടിങ് പീസ് എന്ന് പറയും, ലാസ്റ്റത്തെ പീസ്, ചെറിയ പീസ്. അപ്പൊ അത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങിക്കാൻ കിട്ടും. അത് യൂസ് ചെയ്തിട്ട് നമുക്ക് സ്വയം സ്റ്റിച്ച് ചെയ്തെടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നമുക്ക് ഫ്രെയിം ആയിട്ട് ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ, ഞാൻ ചെയ്തത് അങ്ങനെയായിരുന്നു. ഞങ്ങള് കടയിൽ ചെന്നപ്പോ നല്ലൊരു മെറ്റീരിയൽ കണ്ടു, അതെടുത്തു. എന്നിട്ട് ഞാൻ സ്റ്റിച്ച് ചെയ്തു. ഞാൻ തന്നെ ഇങ്ങനെ ബട്ടൺസ് കാര്യങ്ങളൊക്കെ ഫിറ്റ് ചെയ്ത്, പിന്നെ എനിക്ക് സ്ക്രൂ ഒന്നും ചെയ്യേണ്ടി വന്നില്ല. എന്റെ കയ്യിൽ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഒരു ഗ്ലൂ ഉണ്ടായിരുന്നു, ഫെവിക്വിക്ക് ഉണ്ടായിരുന്നു. അത് യൂസ് ചെയ്തിട്ട് ഞാൻ ഈ വുഡിൽ രണ്ട് സൈഡിലും ഞാൻ എന്ത് ചെയ്തു, ആ
റോളർ പോലത്തെ സംഭവത്തിൽ ഫെവിക്വിക്ക് യൂസ് ചെയ്തിട്ട് അത് എന്ത് ചെയ്തു, കുറച്ചു നേരം ഉണങ്ങാൻ വെച്ചു. അത് കഴിഞ്ഞിട്ട് എന്ത് ചെയ്തു, ഇത് കറക്റ്റ് ചെയ്ത് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. ഉണങ്ങിയതിന് ശേഷം അത് എടുത്തിട്ട് ക്ലോസ് ചെയ്തു. അത്യാവശ്യം നല്ല ബെറ്റർ ആയിട്ടുള്ള ഒരു റിസൾട്ട് കിട്ടി. നോക്കട്ടെ കേട്ടോ, ഞാൻ ഫോട്ടോ കാണും എന്റെ കയ്യിൽ ഞാൻ ചെയ്തതിന്റെ. ഓക്കെ, അപ്പൊ അത് നോക്കിയിട്ട് കാണിച്ചു തരാം കേട്ടോ. പക്ഷെ നല്ല രസം ഉണ്ടായിരുന്നു നമ്മളത് സ്വയം ചെയ്യുമ്പോൾ. അങ്ങനെ സ്റ്റിച്ച് ചെയ്യാൻ അറിയാത്തവരുണ്ടാവുമല്ലോ ഇതില്, ഇല്ലേ? സ്റ്റിച്ചിങ് അറിയാത്ത കുട്ടികളുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ കട്ട് ചെയ്തെടുക്കാനായിട്ട് പറഞ്ഞേട്ടാ. സ്റ്റിച്ചിങ് ഒക്കെ അറിയുന്നവരാണെങ്കിൽ നിങ്ങൾ സ്വയം സ്റ്റിച്ച് ഒക്കെ ചെയ്ത് എടുത്തോ. അല്ല അറിയാത്തവരാണെങ്കിൽ അങ്ങനെ കട്ട് ചെയ്ത് പഴയ ഷർട്ട് മതി, നല്ല പുതിയതൊന്നും എടുക്കരുത്, നല്ല വഴക്ക് കേൾക്കും, പിന്നെ നമുക്കത് യൂസ് ചെയ്യാനായിട്ട് പറ്റൂല. അതുകൊണ്ട് പഴയ ഷർട്ട് ഏതെങ്കിലും അത്യാവശ്യം ഒറ്റ കളറിലൊക്കെ കിട്ടുകയാണെങ്കിൽ നല്ലതായിരിക്കും. ഓക്കെ, ക്ലിയർ ആണോ? ബട്ടറിംഗ് ഫ്രെയിമില് ഇത് തൽക്കാലം ഇതൊരെണ്ണം ചെയ്യോ, എന്നത്തേക്ക് ചെയ്യാൻ പറ്റും? എന്നത്തേക്ക് ചെയ്യാൻ പറ്റുമെന്ന് പറയാവോ? ഇനിയിപ്പോ ക്രാഫ്റ്റ് കടയിലൊന്നും ഇത് കിട്ടിയില്ല, അവൈലബിൾ അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുപാട് നോക്കാം. ഇങ്ങനെ സ്ക്വയർ പീസില് അല്ലെങ്കിൽ ഫ്രെയിം പോലത്തെ എന്തെങ്കിലും മെറ്റീരിയൽ ഉണ്ടോന്ന്. പണ്ടത്തെ സ്ലേറ്റ് ഓർമ്മയുണ്ട് നിങ്ങക്ക്? ആ ഒരു പണ്ടത്തെ ഒരു സ്ലേറ്റ് ഉണ്ടായിരുന്നല്ലോ, അതിന്റെ ഫ്രെയിം കിട്ടിയാലും മതിയായിരുന്നു. ഓക്കെ, ആ ഒരു ഫ്രെയിം കിട്ടാൻ ചാൻസ് ഉണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ കേട്ടോ. ചില കുട്ടികൾക്ക് കിട്ടാറുണ്ട്. എന്താണ് ഇപ്പൊ അതൊന്നും കിട്ടാനില്ല തോന്നുന്നു. ഇപ്പൊ പ്ലാസ്റ്റിക് ആണല്ലോ എല്ലാരും. ശരിയാണ്, പ്ലാസ്റ്റിക് ആണ് അതിന്റെ ഉണ്ട്. നോക്ക്, അങ്ങനെയുള്ള പീസാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. അതേപോലത്തെ ഒരു ഫ്രെയിം കിട്ടുകയാണെങ്കിൽ നമുക്ക് സെറ്റ് ചെയ്തെടുക്കാനായിട്ട് പറ്റും. വീട്ടിലൊന്ന് ചുറ്റൊന്ന് നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോ ചിലവരുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. നമ്മളിങ്ങനെ ചിന്തിച്ച് നോക്കിക്കഴിഞ്ഞാൽ കിട്ടും. അതെ, ഇതാണോ മാം? ഇതാണ്, പക്ഷെ ഇത് നല്ല സ്ലേറ്റ് അല്ലേ? കുഴപ്പമില്ല. ഇതേപോലത്തെ സ്ലേറ്റിന്റെ ആ ഒരു സൈസ് തന്നെ ഞാൻ ഉദ്ദേശിച്ചത് കേട്ടോ. അതേപോലത്തെ എന്തെങ്കിലും ഫ്രെയിംസോ പൊട്ടിയതോ പൊട്ടിയ സ്ലേറ്റോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് നമുക്ക് നല്ല രീതിയിൽ കറക്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഫ്രെയിം ആയിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, ശ്രമിച്ചു നോക്ക്. ഒരു 1 വീക്ക് വേണോ 2 വീക്ക് വേണോ? 2 വീക്ക്. മിസ് ഒരു സംശയം ചോദിച്ചോട്ടെ? ഈ നമ്മൾ ഈ 2 സൈഡും ഇങ്ങനെ ഒരെണ്ണത്തില് ബട്ടൺസ് ആയിട്ടും ഒരെണ്ണം ബട്ടൺസ് ഇടാനുള്ള അങ്ങനെ പോർഷനായിട്ട് കാണിക്കണോ? ഇങ്ങനെ പോർഷനായിട്ട് കാണിക്കണം. അപ്പൊ ഈ സൈഡിലും ഇതേപോലെ റൗണ്ടിൽ ഒരു ഇത് വേണോ മിസ്സേ? റോളർ പോലത്തെ സംഭവമാണോ ഉദ്ദേശിക്കുന്നത്? റോൾ പോലത്തെ അതൊന്നും ആവണമെന്നില്ല, സ്ക്വയർ ആയാലും കുഴപ്പമൊന്നുമില്ല. അല്ല, നമുക്കപ്പൊ തുണി അതിൽ ഹോൾഡ് ചെയ്ത് വെക്കണ്ടേ പീസ്? എടാ ഇതിലിപ്പോ 3 സൈഡ് അല്ലേ കാണുന്നുള്ളൂ? 4 സൈഡ് ഉണ്ട്. കണ്ടോ? അതാ ഞാൻ ചോദിച്ചത് മിസ്സേ, 4 സൈഡ് വേണോ? 4 സൈഡ് വേണം. ഓ. എന്നിട്ട് ബട്ടൺ ഇട്ട പൊസിഷനിലാണ് നമുക്ക് കാണേണ്ടത് അല്ലേ? ഇങ്ങനെ 4 സൈഡ് കാണുന്നുണ്ടോ? ഇവിടെ സ്ക്രൂ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഓക്കെ മിസ്സേ, ഓക്കെ. കാണിച്ചതിൽ 4 സൈഡ് കാണാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. കാണാൻ പറ്റുന്നുണ്ട്. ക്ലിയർ ആയോ? മനസ്സിലായി മിസ്സേ, മനസ്സിലായി. ബാക്കിയുള്ളവർക്ക് ക്ലിയർ ആയല്ലോ? ഇതിന്റെ ഒരു ഫോട്ടോ ഒന്ന് എടുത്ത് വെച്ചേക്ക്, എന്നിട്ട് യൂട്യൂബിലൊക്കെ നോക്ക് ഹൗ ടു പ്രിപ്പയർ ബട്ടണിംഗ് ഫ്രെയിം അല്ലെങ്കിൽ ബട്ടൺസ് ഫ്രെയിം എന്നൊക്കെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല ഐഡിയാസ് കിട്ടും. ഇനിയിപ്പോ അത്യാവശ്യം അതിൽ നമ്മളിപ്പോ ഞാൻ പറഞ്ഞ ഐഡിയാസിനേക്കാൾ കൂടുതൽ നല്ല ഐഡിയാസ് ഉണ്ടാവും കേട്ടോ. ഓക്കെ, അപ്പോ ഒന്ന് നോക്കിയിട്ട് 2 ആഴ്ച തരാം. ബട്ടണിംഗ് ഫ്രെയിംസ് മാത്രം ചെയ്യാനായിട്ട് ഇത്രയും ടൈം. 20th ഫെബ്രുവരി 20th സെറ്റ് ആവുമോ? ഓക്കെ അല്ലേ? ഫെബ്രുവരി 20 കേട്ടോ. നമുക്ക് ചാപ്റ്ററിലേക്ക് വരാം. പാർട്ട് 1 എല്ലാവരും കംപ്ലീറ്റ് ആയില്ലേ? ഇതല്ലായിരുന്നു പാർട്ട് 1ലെ ലാസ്റ്റ് ചാപ്റ്റർ അല്ലേ?
ആക്ടിവിറ്റി കാണിക്കാനുണ്ട്. ഫുഡ് ആൻഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അതും കൂടിയാണ് മാം നമുക്കുള്ളത് പാർട്ട് 1 ഫുഡ് ആണോ? ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അതും കൂടി ഉള്ളൂ, ബാക്കിയെല്ലാം എടുത്തു. അശ്വതി മിസ് അത് എടുത്തില്ല? ഇല്ല, എനിക്ക് തോന്നുന്നു ജിഷ മിസ് ആണ് അത് പറഞ്ഞെന്ന് തോന്നുന്നു. ജിഷ മിസ് ഞങ്ങളോട് പറഞ്ഞു മിസ്സുമാർ ആരും എടുത്തില്ലെങ്കിൽ ഞാൻ എടുക്കാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നതായിട്ട് ഓർക്കുന്നുണ്ട്. അത് എടുത്തിട്ടില്ല. മൂന്നാമത്തെ എടുത്തിട്ടില്ല. അശ്വതി മിസ് ഏതൊക്കെ യൂണിറ്റ് എടുത്ത് ഓർമ്മയുണ്ടോ? മോഡേൺ കൺസെപ്റ്റ് എടുത്തു, പിന്നെ ഹെൽത്ത് കെയർ 2 ചാപ്റ്റർ എടുത്തിട്ടുള്ളൂ. ഓക്കേടാ. ഹെൽത്ത് ആൻഡ് ഹൈജീനും മെന്റൽ ഹെൽത്ത് ആൻഡ് ഹൈജീനും സൈക്കോളജിക്കൽ ഫസ്റ്റ് എയ്ഡും ജിഷാമിസ് ആണ് എടുത്തിരിക്കുന്നത്. ആണോ? ഇനിയിപ്പോ അശ്വതി മിസ് ഇപ്പൊ ഏതെടുക്കണേ? അശ്വതി മിസ് ഇപ്പൊ ഏതെടുക്കണേ? ഹെൽത്ത് കെയർ കഴിഞ്ഞു. അശ്വതി മിസ് എടുത്തോളൂ കേട്ടോ. ഫുഡ് ന്യൂട്രീഷൻ ആൻഡ് ബാലൻസ്ഡ് ഡയറ്റ് അശ്വതി മിസ് എടുത്തോളെ. ഞാൻ അടുത്ത പാർട്ടിലേക്ക് പോവാണ്. ആക്ടിവിറ്റി പ്രസന്റ് ചെയ്യാനുണ്ട്. ഓക്കെ, ഓരോരുത്തർ പേര് മെസ്സേജ് പ്രിപ്പയർഡ് ആയിട്ടുള്ളവര് ഏത് ആക്ടിവിറ്റിയാണ്? സെൻസ് ഓർഗൻസിന്റെ ആണോ? സെൻസ് ഓർഗനുണ്ട്, ആൽഫബറ്റ് ചാർട്ടുണ്ട്, നമ്പർ ചാർട്ടുണ്ട്. ആണോ? പ്രസന്റ് ചെയ്തോടാ. കാണുന്നുണ്ട്. നമ്പർ ചാർട്ട്. ഓക്കേടാ. ഓക്കെ നന്നായിട്ടുണ്ട് കേട്ടോ. വേറെ ആരെങ്കിലും ഉണ്ടോ ഇനി പ്രസന്റ് ചെയ്യാൻ? വേറെ ആരെങ്കിലും? ഓക്കെ, ദെൻ ഞാൻ ചൈൽഡ് ഡെവലപ്മെന്റ് ആൻഡ് സൈക്കോളജിയില് 8th യൂണിറ്റ് ആണ് ആദ്യം എടുക്കുന്നത് കേട്ടോ. സൈക്കോളജി എന്ന് പറയുന്ന പാർട്ടിൽ വരുന്ന നീഡ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ ആദ്യം ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ചാപ്റ്റർ. നീഡ്സ് എന്താ? നീഡ്സ് എന്ന് വെച്ചാല് എന്താ? നീഡ്സ് ആവശ്യങ്ങൾ, നമുക്ക് നമ്മളുടെ ബേസിക് നീഡ് എന്താണ്? ഒരു മനുഷ്യനെ സംബന്ധിച്ച് ആ വ്യക്തിയുടെ ബേസിക് ആയിട്ടുള്ള നീഡ് എന്താണ്? ഫുഡ്, ഷെൽട്ടർ, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ബേസിക് ആയിട്ടുള്ള നീഡ് അല്ലെ? അപ്പോ കുട്ടികളെ സംബന്ധിച്ചോ സെയിം. ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഒക്കെ കുട്ടികളെയും സംബന്ധിച്ച് എന്താണ്? ബേസിക് നീഡ് ആണ്. പേജ് നമ്പർ 67 നീഡ്സ് എന്നാണ് ചാപ്റ്ററിന്റെ പേര്. ഫസ്റ്റ് ഞാൻ എഡിറ്റ് ചെയ്യാണ് കേട്ടോ. റോങ് ആണേ എഴുതിയിരിക്കുന്നതെന്നോ? സൈക്കോളജിക്കൽ നീഡ് തന്നെയല്ലേ നിങ്ങൾ ഡ്രസ്സിൽ വന്നിരിക്കണേ? അല്ലെ? സൈക്കോളജിക്കൽ നീഡ് എന്നല്ലേ വന്നിരിക്കുന്നത്? അത് എഡിറ്റ് ചെയ്തിട്ട് നീഡ് എന്നാക്കാം കേട്ടാ. എഡിറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യാ? ഫിസിയോളജിക്കൽ നീഡ്സ് എന്നാക്കാം കേട്ടാ. ഫിസിയോളജിക്കൽ നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് PHYSIOLOGICAL. ഓക്കെ, എഡിറ്റ് ചെയ്ത എല്ലാവരും? ഫിസിയോളജിക്കൽ നീഡ്സ് അല്ലെങ്കിൽ ബേസിക് നീഡ്സ്. ഫിസിയോളജിക്കൽ നീഡ്സ് ഓർ ബേസിക് നീഡ്സ് രണ്ടുപേരും
കോമൺലി യൂസ് ചെയ്യുന്ന ബേസിക് നീഡ്സ്. ഒരു വ്യക്തിനെ സംബന്ധിച്ച് ശരിയാണ്, ബേസിക് ഉള്ള നീഡാണ് ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, ക്ലോത്ത്, പിന്നെ സ്ലീപ്പ്, റെസ്റ്റ് കാര്യങ്ങളൊക്കെ. ബേസിക് നിങ്ങള് കൊമേഴ്സ് സ്റ്റുഡൻസ് ആരെങ്കിലും ഉണ്ടോ? ഓക്കെ, ഒരാളുണ്ട്. എബ്രഹാം മാസ്ലോയുടെ നീഡ് ഓഫ് ഹൈറാക്കി എന്ന് പറഞ്ഞിട്ടൊരു ഹൈറാക്കി പഠിച്ചിട്ടുണ്ടാവും. എബ്രഹാം മാസ്ലോ നീഡ് ഓഫ് ഹൈറാക്കി. ഓക്കെ, അത് ഒരു വ്യക്തിയുടെ നീഡ്സിനെ കുറിച്ചിട്ട് പറയുന്നതാ. മിക്ക മോട്ടിവേഷൻ തിയറീസിലൊക്കെ കൂടുതലായിട്ട് കേട്ടിട്ടുള്ള ഒരു തിയറിയാണ് നീഡ് ഹൈറാക്കി തിയറി കേട്ടോ. ഇത് കമ്പനിനെ കുറിച്ചിട്ടാ. ഇൻ ചിൽഡ്രൻസ് നോക്കാം. ഓക്കെ, അപ്പൊ ചിൽഡ്രൻസ് ഹൈറാർക്കി ഓഫ് നീഡ്സ് ആണ് ഈ കാണുന്നത്, നിങ്ങൾ കാണുന്നത്. ഫസ്റ്റ് നീഡ് എന്താ കുട്ടീനെ സംബന്ധിച്ച്? ഫുഡ്, വാട്ടർ, ഷെൽട്ടർ, സ്ലീപ്പും കാര്യങ്ങളൊക്കെയാണ് കുട്ടികളെ സംബന്ധിച്ചിട്ടുള്ള ഫസ്റ്റ് നീഡ് എന്ന് പറയുന്നത്. ഫസ്റ്റ് നീഡാണ് ഫിസിയോളജിക്കൽ നീഡ്. സെക്കൻഡ് നീഡ് എന്താണ്? സേഫ്റ്റി ആണ്. അവർക്ക് സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിയില്ല, അല്ലെ? കുഞ്ഞുമക്കൾക്ക് ആർക്കും സ്വയം പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് അറിയില്ല. സോ നമ്മൾ പാരന്റ്സിന്റെയും ടീച്ചേഴ്സിന്റെ ഉത്തരവാദിത്തമാണ് പുറത്തുള്ള എല്ലാ ഹാർംഫുൾ ഫോഴ്സിൽ നിന്നും അവരെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം എന്നുള്ളത്. നമ്മുടെ സൊസൈറ്റി അത്ര സേഫ് ആണോ കുട്ടികളെ സംബന്ധിച്ച്? എനിക്കില്ല കേട്ടോ ഒരു അഭിപ്രായം. പേടിയാണ്. ഇന്ന് നമ്മളൊക്കെ വളർന്നു വന്ന ആ ഒരു സൊസൈറ്റി ആണോ ഇന്നത്തെ സൊസൈറ്റി, അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി ആണോ? അല്ല, എൻറ്റയർലി ഡിഫറെന്റ് ആണ്, അൺസേഫ് ആണ്. മോളൊന്നൊരു 5 മിനിറ്റ് വൈകി കഴിഞ്ഞാൽ ഇന്ന് നമുക്ക് ടെൻഷനാ, അല്ലേ? അപ്പോ സേഫ്റ്റി, നമ്മൾ പുറത്തുള്ള ഹാർംഫുൾ ആയിട്ടുള്ള ഏത് ഹാർംഫുൾ ഫോഴ്സിൽ നിന്നും നമ്മൾ നമ്മുടെ കുട്ടികളെ എന്ത് ചെയ്യണം? പ്രൊട്ടക്ട് ചെയ്യണം. ദെൻ ലവ് ആൻഡ് ബിലോങ്നെസ്, നമ്മൾ കുട്ടികളോട് സ്നേഹവും അഫെക്ഷനും കെയറും കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യണം? പ്രൊവൈഡ് ചെയ്യണം. അതാണ് ലവ് ആൻഡ് ബിലോങ്നെസ്. നമ്മളെ സ്നേഹിക്കപ്പെടാനും നമ്മളെ അക്സെപ്റ്റ് ചെയ്യാനും ഒക്കെ ഉള്ള ഒരു നീഡാണ് ലവ് ആൻഡ് ബിലോങ്നെസ് നീഡിൽ വരുന്നത്. പിന്നെ അടുത്ത നീഡാണ് എക്സ്റ്റീം നീഡ്. ഫീൽ ടു കോമ്പിറ്റന്റ്. എക്സ്റ്റീം നീഡ് എന്ന് പറയുമ്പോൾ എന്തെങ്കിലും കാര്യങ്ങൾ അച്ചീവ് ചെയ്യണം, ജസ്റ്റ് അച്ചീവ്മെന്റും കാര്യങ്ങളൊക്കെയാണ് ഈ എക്സ്റ്റീം നീഡിൽ വരുന്നത്. ഇനി ഏറ്റവും എനിക്ക് നീഡ്സ് അല്ലെങ്കിൽ ഹൈറാർക്കി നീഡ്സ് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളൊരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്. ഞാൻ ആരാകണം എന്ന് ആഗ്രഹിക്കുന്നു അല്ലെങ്കിൽ അത് അറ്റൈൻ ചെയ്യുന്ന നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഇപ്പോ നിങ്ങൾ ഓരോരുത്തരും ഈ ഒരു കോഴ്സ് എടുത്തിരിക്കുന്നത് നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് അറ്റൈൻ ചെയ്യാനായിരിക്കും, അല്ലെ? ഫിസിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആണ്, സേഫ്റ്റി നീഡ് സാറ്റിസ്ഫൈഡ് ആണ്, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും വ്യക്തികളുണ്ട്. ദെൻ എക്സ്റ്റീം നീഡ് ഏകദേശം അത്യാവശ്യം എന്താ പറയാ, എക്സ്റ്റീം നീഡും ചിലപ്പോൾ സാറ്റിസ്ഫൈഡ് ആയിരിക്കാം. പിന്നെ നമ്മൾ ആരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നത് അത്രയും നമ്മളിൽ ഏറ്റവും ഇന്നതാകണം എന്ന് പറയുന്ന ആ ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് നമുക്ക് ഒരിക്കലും പണത്തിലോ, എക്സ്റ്റീം നീഡ് എന്ന് പറഞ്ഞാൽ സ്റ്റാറ്റസ് ആണ് കേട്ടോ. നമ്മൾ സൊസൈറ്റിയിൽ മറ്റുള്ളവരാൽ അംഗീകരിക്കപ്പെടണം എന്നുള്ളൊരു നീഡാണ് എക്സ്റ്റീം നീഡ്. നമ്മൾ സെൽഫ് ആക്ച്വലൈസേഷൻ പറയുമ്പോൾ ആ നീഡ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആ ഒരു സ്റ്റേജിൽ എന്ന് പറയുമ്പോൾ അത്രയും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു നീഡാണ്. ഇപ്പൊ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ എന്റെ ഫിസിയോളജിക്കൽ നീഡ് സാറ്റിസ്ഫൈഡ് ആണ്, ഫുഡ്, വാട്ടർ, ഷെൽട്ടർ ഒക്കെ ഉണ്ട്. സേഫ്റ്റി നീഡും ഓക്കെയാണ്, അത്യാവശ്യം മെഡിക്കൽ ഇൻഷുറൻസും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ എന്താ പറയാ, അത്യാവശ്യം ആ ഒരു നീഡ് ഉണ്ട്. ലവ് ആൻഡ് ബിലോങ്നെസ്, സ്നേഹിക്കപ്പെടാനും സ്നേഹിക്കാനും വ്യക്തികളുണ്ട്. എക്സ്റ്റീം നീഡ് സ്റ്റാറ്റസ് സത്യമായിട്ടുണ്ട്. കാരണം ഞാൻ സെലക്ട് ചെയ്ത ഒരു പ്രൊഫഷൻ കാരണം എനിക്ക് അത്യാവശ്യം നല്ല രീതിയിലൊരു സ്റ്റാറ്റസ് സൊസൈറ്റിയിൽ ഉണ്ട്. അപ്പൊ നമ്മളെ റെസ്പെക്റ്റോട് കൂടിയാണ്. പണ്ടൊക്കെ എന്ന് വെച്ചാല് നമ്മള് അത്രയും റെസ്പെക്ട് കുറവെന്ന് വെച്ചാല് ഞങ്ങളുടെ പ്രൊഫഷന് ഒരു പ്രത്യേകതയുണ്ട്, അല്ലെങ്കിൽ നിങ്ങൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ഒരു പ്രൊഫഷന് ഒരു പ്രത്യേകതയുണ്ട്. ടീച്ചർ എന്ന് പറയുമ്പോൾ നമ്മുടെ ആ ഒരു പ്രൊഫഷന് ഭയങ്കര റെസ്പെക്ട് കിട്ടും. അത് കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിലും വലിയ കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചറാണെങ്കിലും ടീച്ചർ എന്ന് പറയുമ്പോൾ എന്താണ്, ആ ഒരു റെസ്പെക്ട് ഉണ്ട്. നമ്മുടെ പേരിനോടൊപ്പം എന്താ പറയാ, റോസ്മേരി ടീച്ചറാണത്, അഞ്ജന ടീച്ചറാണത്, വിസ്മയ ടീച്ചറാണത്, ജ്യോതി ടീച്ചറാണത് എന്ന് പറയുമ്പോൾ ആ ഒരു പറയുന്ന ആ ഒരു പേരിന് ഒരു
പ്രത്യേക റെസ്പെക്ട് ഉണ്ട്. ബാക്കിയുള്ളവരുടെ പേര് പറയാനേ ഉണ്ടാ, പെട്ടെന്ന് ഞാൻ കണ്ടോണ്ട് പറഞ്ഞേണേ. അപ്പൊ അവരുടെ പേരിന് എന്താ നമ്മളോട് മറ്റുള്ളവരുടെ റെസ്പെക്ട് കാണിക്കുന്ന നമുക്ക് കാണാൻ പറ്റും. അപ്പൊ എനിക്ക് എക്സ്റ്റീം നീഡ് സാറ്റിസ്ഫൈഡ് ആണ്. ദെൻ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. എനിക്ക് ആഗ്രഹമുണ്ട്, നമുക്ക് എല്ലാവർക്കും ഉണ്ടാവും ആഗ്രഹങ്ങൾ അല്ലെങ്കിൽ ആവശ്യങ്ങൾ. പക്ഷെ നമ്മൾ ആരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ടാവും. ആ ഒരു പോയിന്റ് ആണ് നമ്മുടെ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. അവിടെ എത്തിച്ചേരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ എഫേർട്ടും കാര്യങ്ങളൊക്കെ എടുക്കുന്നത്, അല്ലെ? ചിലപ്പോ നിങ്ങൾക്ക് ഈ ഒരു കോൺവെക്കേഷൻ അല്ലെങ്കിൽ സർട്ടിഫിക്കറ്റ് കിട്ടുമ്പോ, ഈ എക്സാം കഴിഞ്ഞു സർട്ടിഫിക്കറ്റ് കയ്യിലേക്ക് കിട്ടുന്ന ആ ഒരു കോൺവെക്കേഷന്റെ ഡേ ആയിരിക്കും നിങ്ങളുടെ സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റ് എന്ന് പറയുന്നത്. നിങ്ങൾ ആരാകണം എന്ന് തീരുമാനിക്കുന്നേ അല്ല. നമ്മള് ആദ്യത്തെ ഡേ ക്ലാസ്സിൽ നമുക്ക് സർട്ടിഫിക്കറ്റ് ഒക്കെ കിട്ടി, ജോലി കിട്ടി, ഫസ്റ്റ് ഡേ നമ്മൾ ക്ലാസ് എടുത്ത് കഴിയുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുന്നത്, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ കിട്ടുന്നത്. ഡിഫറെന്റ് ആയിരിക്കും, ഓരോരുത്തരെ സംബന്ധിച്ചും എൻ്റെ ഡിഫറെന്റ് ആയിരിക്കും. അപ്പോ അല്ലെങ്കിൽ മറ്റുള്ളവരിൽ നമ്മൾ അംഗീകരിക്കപ്പെടുമ്പോഴായിരിക്കും നമുക്ക് ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റ്. സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റ് അല്ലെങ്കിൽ സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറഞ്ഞാൽ വളരെ മനോഹരമായിട്ടുള്ള ഒരു നീഡാണ്. എക്സ്ട്രീം നീഡ് വരെയും എത്തിക്കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഫേർട്ട് എടുക്കുന്നുണ്ട് നമ്മൾ ആ ഒരു സെൽഫ് ആക്ച്വലൈസേഷൻ മൂവ്മെന്റിന് വേണ്ടിയിട്ടായിരിക്കും. ഓക്കെ, ഇതൊന്ന് സെക്യൂരിറ്റി, സേഫ്റ്റി, ലവ് ആൻഡ് ബിലോങ്നെസ്. ഓക്കെ, ഈ ഒരു നീഡാണ് പറയുന്നത് കേട്ടോ. ഞാൻ വേറെ ഇതുണ്ടോ നോക്കട്ടെ കേട്ടോ. ഓക്കെ, നമ്മള് ഓക്കെ ഈ ഒരു ട്രയാങ്കിൾ കാണുന്നുണ്ടോ നിങ്ങള്? അത് നമ്മൾ ടെസ്റ്റില് ഞാനൊരു സ്ഥലം പറയാം, അവിടെ ഒന്ന് മാർക്ക് ചെയ്തിടാൻ പറ്റുമോ? ഇവിടെ ഇല്ലേ, ഈ പേജ് ഉണ്ടോ? ഇവിടെ ആയിട്ട് ഞാനിപ്പോ കാണിച്ചു തന്ന ട്രയാങ്കിള് ഒന്ന് വരച്ച്, അല്ലെങ്കിൽ ആ ട്രയാങ്കിൾ പോലെ വരച്ച് നീഡ്സ് ഒന്ന് എഴുതാൻ പറ്റുമോ ആ ഒരു പ്ലേസിൽ? കാരണം അതിൽ ജസ്റ്റ് ബോക്സ് പോലെ പറഞ്ഞു പോവാണ്. ട്രയാങ്കിൾ എന്ന് പറഞ്ഞാൽ ഇതിലൊരു സ്റ്റെപ്പാണ്. ഓരോ നീഡ്സ് നമ്മൾ സാറ്റിസ്ഫൈ ചെയ്ത് അടുത്തൊരു സ്റ്റെപ്പിലേക്ക് കയറാണ്, അല്ലെ? ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുമ്പോൾ ഫിസിയോളജിക്കൽ നീഡാണ്. എയർ, വാട്ടർ, ഫുഡ്, ഷെൽട്ടർ, സ്ലീപ്പ്, ക്ലോത്തിങ്, റീപ്രൊഡക്ഷൻ കാര്യങ്ങളാണ്. അടുത്താണ് സേഫ്റ്റി, പേഴ്സണൽ സെക്യൂരിറ്റി, എംപ്ലോയ്മെന്റ്, റിസോഴ്സ്, ഹെൽത്ത് എന്ന് പറയുമ്പോൾ മെഡിക്കൽ ഇൻഷുറൻസ്, പ്രോപ്പർട്ടി കാര്യങ്ങളൊക്കെയാണ് സേഫ്റ്റി നീഡ്സിൽ വരുന്നത്. ലവ് ആൻഡ് ബിലോങ്നെസ് എന്ന് പറയുമ്പോൾ ഫ്രണ്ട്ഷിപ്പ്, ഇന്റിമസി, ഫാമിലി, സെൻസ് ഓഫ് കണക്ഷൻ കാര്യങ്ങളാണ്. അടുത്തതാണ് എക്സ്റ്റീം നീഡ്, സെൽഫ് എക്സ്റ്റീം, റെസ്പെക്ട്, സ്റ്റാറ്റസ്, റെക്കഗ്നീഷൻ, സ്ട്രെങ്ത്, ഫ്രീഡം. ലാസ്റ്റ് ഏറ്റവും മനോഹരമായിട്ടുള്ള ഒരു നീഡാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ഡിസേർവ്സ് ടു ബിക്കം ദ മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ ബി. നമ്മൾക്ക് നമ്മുടെ ഏറ്റവും ഹൈയസ്റ്റ്, നമ്മൾ പ്രതീക്ഷിക്കുന്ന ഏറ്റവും ആ ഒരു ഹൈയസ്റ്റ് പോയിന്റിലേക്ക് എത്തുക. നമ്മൾ ആരാകണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നു, അത് ആഗ്രഹം ആയി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ കിട്ടുക. മോസ്റ്റ് ദാറ്റ് വൺ ക്യാൻ, ഒരു വ്യക്തിക്ക് ഏറ്റവും ടോപ്പിൽ എത്താൻ പറ്റുന്നു, ആ ഒരു ആഗ്രഹമാണ് സെൽഫ് ആക്ച്വലൈസേഷൻ എന്ന് പറഞ്ഞത്. ഒന്ന് വരച്ചെഴുതിയെടുക്കും എല്ലാവരും. ഓക്കെ, ഒന്ന് എഴുതിയെടുക്കുക കേട്ടോ. എല്ലാവരെയും ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കോ? ഈ ഒരു ഇമേജ് ഒന്ന് സ്ക്രീൻഷോട്ട് എടുക്കോ? എന്ത് കംപ്ലീറ്റ് ചെയ്താലും മതി കേട്ടോ. ഹൈറാർക്കി ഓഫ് നീഡ്സ് എന്ന് പറയുന്നത് സ്ക്രീൻഷോട്ട് എടുക്കുക, എന്നിട്ട് നെക്സ്റ്റ് ക്ലാസ്സിൽ കയറുന്നതിന് മുമ്പായിട്ട് കംപ്ലീറ്റ് ചെയ്താൽ മതി. ഓക്കെ, ഓക്കെ.
എടുത്തു. നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് നേഴ്സിനെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം കേട്ടോ. ഓക്കെ, സൈനോട്ട് ആരാ പറയുന്നേ? സൈനോട്ട് ക്ഷണിക്കുന്നു. ടീനെ ക്ഷണിക്കുന്നു. Respected Aparna ma'am, all my dear friends, I take this opportunity to thank our dearest Aparna ma'am for this wonderful class. Ma'am taught us the importance of especially able children, how to care, how to treat them. We have to keep them very tenderly, softly, with full heart of support and patience. So thank you so much, ma'am, for this wonderful class. I thank all my dear friends who are there to support us, to encourage us, and to help us. So I appreciate that whole heart support and ready to help mind. I sincerely thank all my dear friends and have a wonderful weekend. Thank you. താങ്ക് യു ടീന. Thank you, ma'am. അപ്പൊ എല്ലാവരും മറക്കാണ്ട് നമ്മുടെ ആക്ടിവിറ്റീനെ കുറിച്ചിട്ട് നന്നായിട്ട് നോക്കുക കേട്ടോ. എന്നിട്ട് പ്രിപ്പയർ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നൊക്കെ നോക്കുക. നെക്സ്റ്റ് ക്ലാസ്സിൽ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ അത് ചോദിക്കാം കേട്ടോ. താങ്ക് യു ഓൾ. താങ്ക് യു മാം. ബൈ മാം.